വിഷ്ണു. നമുക്ക് എ എന്നുള്ള ലൊക്കേഷനിൽ നിന്ന് ബി എന്നുള്ള ലൊക്കേഷനിലേക്ക് എങ്ങനെ പോവാം എന്ന് നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് ബേസിക്കലി ഏറ്റവും കുറഞ്ഞ സ്പീഡ് എന്ന് വെച്ചാൽ നടന്നു പോകാൻ പറ്റും. രണ്ടാമതെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രാക്ടറിൽ പോകാം, കുറച്ചുകൂടി സ്പീഡിൽ. അതായത് നടന്നു പോകണമെങ്കിൽ കുറച്ച് സ്പീഡിൽ പോകണമെന്ന് വെച്ചാൽ ട്രാക്ടറിൽ പോകാം. ഇനി അതിലും സ്പീഡിലായിട്ട്, അതായത് ഏറ്റവും സ്പീഡിലായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സൂപ്പർ കാർ വിളിച്ച് പോകേണ്ടി വരും. സൂപ്പർ കാർ അല്ലെങ്കിൽ മോസ്റ്റ് അഡ്വാൻറ്റേജഡ് ആയിട്ടുള്ള സാധനങ്ങൾ വിളിച്ചിട്ട് പോകേണ്ടി വരും, മോസ്റ്റ് സ്പീഡിലുള്ള സാധനങ്ങൾ വിളിച്ചിട്ട് പോകേണ്ടി വരും. അപ്പം നമുക്ക് ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് റിച്ച് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി പൈസ ഉള്ള ആൾ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് എത്താനായിട്ടും നമുക്ക് ഈ ലൊക്കേഷൻ തന്നെ ബേസ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഒരു ഐഡിയയിലാണ് നമുക്ക് ഇപ്പം ഈ ഒരു ബുക്ക് വരുന്നത്. അപ്പം ബുക്കിൻ്റെ പേര് മില്യനെയർ ഫാസ്റ്റ്ലൈൻ എന്നാണ്. എഴുതിയേക്കുന്നത് എം ജെ ഡിമാക്കോ എന്നുള്ള ഓതറാണ്. അപ്പം എം ജെ ഡിമാക്കോൻ്റെ ലൈഫിൻ്റെ കോൺസെപ്റ്റിൽ പുള്ളിക്കാരൻ എങ്ങനെയാണ് മില്യനെയർ ആയത് എന്നുള്ള കോൺസെപ്റ്റാണ് ഇതിൽ പറയുന്നത്. പുള്ളിക്കാരൻ്റെ വയസ്സ്, അതായത് 26 വയസ്സ് തൊട്ട് 32 വയസ്സ്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് മില്യനെയർ ആയത് എങ്ങനെയാണ്, അതിന് നമുക്ക് ഏത് മെത്തേഡാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് ഈ ബുക്കിലൂടെ പറയുന്നത്. ഇത് നമുക്ക് ബുക്കിലേക്ക് കടക്കാം. അപ്പം ബേസിക്കലി പറയുന്നത് എം ജെ ഡിമാക്കോൻ്റെ കോൺസെപ്റ്റിൽ ഈ ബുക്കിൽ പറയുന്നത്, മില്യനെയർ ഫാസ്റ്റ്ലൈനിൽ പറയുന്നത് ലോകത്തിൽ 3 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. നമ്പർ 1 സൈഡ് വാക്കർ, നമ്പർ 2 സ്ലോ വാക്കർ, നമ്പർ 3 ഫാസ്റ്റ് വാക്കേഴ്സ് എന്നാണ്. 3 കോൺസെപ്റ്റിൽ എങ്ങനെയാണെന്ന് നമുക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തിട്ട് നോക്കാം. അപ്പം ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ഇൻകം എന്നുള്ള കോൺസെപ്റ്റ്. അപ്പം ഇൻകം മെത്തേഡാണ് നോക്കുന്നത്. അപ്പം ഒരു സൈഡ് വാക്കർ ആണെങ്കിൽ സൈഡ് വാക്കർ നോക്കണ ഇൻകം എന്ന് വെച്ചാൽ ഒരു സാലറീഡ് എംപ്ലോയി അല്ലെങ്കിൽ ഒരു വേജ് ആയിരിക്കും ബേസിക്കലി വരുന്നത്. വേജ് അല്ലെങ്കിൽ സാലറീഡ് എംപ്ലോയി എന്ന് പറയും. ഓക്കെ. ഇനി സ്ലോ വാക്കർ എന്ന് പറയാൻ നേരത്ത് അത് ബേസിക്കലി ഒരു എംപ്ലോയി തന്നെ ആയിരിക്കും. ഓക്കെ. ഇനി നേരെ മറിച്ച് ഫാസ്റ്റ് വാക്കർ എന്ന് പറയാൻ നേരത്ത് ഫാസ്റ്റ് വാക്കേഴ്സ് എല്ലാവരും ഒന്നെങ്കിലും ബിസിനസ് അല്ലെങ്കിൽ ഹ്യൂജ് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഇനി രണ്ടാമത്തത് സ്പെൻഡിങ് ഹാബിറ്റ്, അല്ലെങ്കിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ സ്പെൻഡിങ് ഹാബിറ്റാണ് രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം സൈഡ് വാക്കർ ആണെങ്കിൽ അവർക്ക് പൈസ കിട്ടണതിന് മുമ്പ് തന്നെ അവർ സ്പെൻഡ് ചെയ്യും എന്നുള്ള കോൺസെപ്റ്റാണ് പറയുന്നത്. അതായത് നമുക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും എന്നാൽ സാലറി കിട്ടുമ്പോൾ തന്നെ അല്ലെങ്കിൽ പൈസ കിട്ടുമ്പോൾ തന്നെ അപ്പം തന്നെ സ്പെൻഡ് ചെയ്ത് കളയുന്നതും. ഇനി രണ്ടാമത്തെ സ്ലോ വാക്കറിൻ്റെ കോൺസെപ്റ്റിൽ വരാൻ നേരത്ത് അവർക്ക് കിട്ടുന്ന സാലറി അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഇൻകം അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ഡേ ടു ഡേ ലൈഫിന് വേണ്ടി യൂസ് ചെയ്യും. അതല്ലാണ്ട് കുറച്ച് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്യും. ഇനി ഫാസ്റ്റ് ലൈൻ ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ അവർ ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. കിട്ടുന്ന പൈസ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, അതിൽ നിന്ന് കിട്ടുന്നത് പിന്നെ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും. അതായത് കുറച്ച് എമൗണ്ട് അവർ സ്പെൻഡ് ചെയ്യുകയും അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടി സ്പെൻഡ് ചെയ്യും, ബാക്കിയുള്ള എല്ലാം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോകും. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് എടുക്കുന്ന ടൈമാണ്. അപ്പോൾ ടൈം നമുക്ക് നോക്കാൻ നേരത്ത് സൈഡ് വാക്കറിൻ്റെ കൺസെപ്റ്റ് വരാൻ നേരത്ത് അവർ പറയുന്നത് ടൈം അധികമുണ്ട് അല്ലെങ്കിൽ ടൈം ലോകത്തിൽ കൂടുതലുണ്ട് എന്നുള്ള കോൺസെപ്റ്റാണ് പറയുന്നത്. ഇനി രണ്ടാമത് സ്ലോ വാക്കേഴ്സ് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഇൻകം ടൈം ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരാൾക്ക് സാലറി കിട്ടുവാണെങ്കിൽ അവർക്ക് ടൈം ബേസ്ഡ് ആയിരിക്കും. അതായത് ഇത്ര വേജ് റേറ്റ് പെർ അവർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അവർ ഇത്ര നേരം സമയത്ത് എത്ര സമയം വർക്ക് ചെയ്തു, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇൻകം വരും. അപ്പം അങ്ങനെ വരുന്നത്. ഇനി നേരെ മറിച്ച് ഫാസ്റ്റ് വാക്കേഴ്സിൻ്റെ കോൺസെപ്റ്റ് വരാൻ നേരത്ത് ഫാസ്റ്റ് വാക്കേഴ്സ് എല്ലാവർക്കും ടൈം ഇല്ല എന്നുള്ള കോൺസെപ്റ്റാണ് പറയുന്നത്. കാരണം അവർ എപ്പോഴും ബിസിനസ്സിന് വേണ്ടിയിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു. അവർ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി തന്നെ ഓടിക്കൊണ്ട്. അടുത്ത കോൺസെപ്റ്റ് ഡെസ്റ്റിനേഷൻ ആൻഡ് ഗോൾസ് എന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്തായിട്ട് എവിടെ എത്തിച്ചേരണോ എന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ സ്ലോ വാക്കറിൽ സൈഡ് വാക്കേഴ്സിന് പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഗോളൊന്നും ഇല്ല, അവർക്ക് അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോകാനുള്ള കോൺസെപ്റ്റാണ്. സ്ലോ വാക്കേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് വരുന്നത് അവർക്കൊരു ജോലി ഉണ്ടാവും. അപ്പം അവരുടെ ഗോൾ ചെയ്യുമെന്ന് വെച്ചാൽ ആ റിട്ടയർ അങ്ങനെ ഏജ്, അതായത് ഒരു 60 വയസ്സ് 65 വയസ്സിൽ റിട്ടയർ ആകാൻ നേരത്ത് സുഖമായിട്ട് ജീവിക്കുക. അതായത് റിട്ടയർ ചെയ്യുന്ന ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി, PF അങ്ങനെയുള്ള കാര്യങ്ങളിൽ സുഖമായിട്ട് പിന്നെ ജോലിക്ക് പോകാതെ സുഖമായിട്ട് ജീവിക്കുക എന്നുള്ള കോൺസെപ്റ്റിലായിരിക്കും. നേരെ ഇനി മില്യനെയർസ് അല്ലെങ്കിൽ ഫാസ്റ്റ് വാക്കേഴ്സ് അല്ലെങ്കിൽ ഫാസ്റ്റ് ലൈൻ മില്യനെയർസ്
കോൺസെപ്റ്റിൽ വരാൻ നേരത്ത് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്കൊരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, അതായത് ഒരു 5 കൊല്ലം 10 കൊല്ലത്തിൽ അവർക്ക് റിട്ടയർ ആവണം എന്നുള്ള കോൺസെപ്റ്റിലായിരിക്കും ഒരു ബിസിനസ് തുടങ്ങുന്നത്. അത് ലൈഫിൻ്റെ കോൺസെപ്റ്റിൽ തന്നെ നമുക്ക് നോക്കാം. ലൈഫിൻ്റെ കോൺസെപ്റ്റിൽ സൈഡ് വാക്കർ എന്ന് പറയാൻ നേരത്ത് അവർക്ക് ഇന്ന് ജീവിക്കുക എന്നാണ്. നാളെ എന്താവും എന്നുള്ള ഒരു ചിന്ത പോലും ഉണ്ടാവില്ല. ഇന്ന് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുക, കിട്ടുന്ന പൈസ അപ്പം തന്നെ സ്പെൻഡ് ചെയ്ത് തീർക്കുക എന്നുള്ള കോൺസെപ്റ്റിലാണ് മാറ്റുന്നത്. നേരെ മറിച്ച് ഇപ്പം സ്ലോ വാക്കേഴ്സ് എന്ന് പറയാൻ നേരത്ത് അവർക്ക് വലിയ ഡ്രീംസ് ഒന്നുമില്ല. അവർക്ക് ഇങ്ങനെ ജീവിച്ചു പോവുക, വലിയ ആയിട്ടുള്ള ഡ്രീംസ് ഒന്നുമില്ല. ഇനിയിപ്പോൾ നേരെ മറിച്ച് സ്റ്റാർട്ടിങ്ങിൽ വലിയ ഡ്രീംസ് ഉണ്ടെങ്കിലും അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം കുറഞ്ഞു പോവുകയും ആ വലിയ ഡ്രീംസ് എല്ലാം അവർ കളയുകയും ചെറിയ രീതിയിൽ ജീവിച്ചു പോകാം എന്നുള്ള കോൺസെപ്റ്റിലായിരിക്കും അവർ വരുന്നത്. ഇനി ഫാസ്റ്റ് വാക്കേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ബിസിനസ് കോമ്പൗണ്ട് ചെയ്യുകയും ബിസിനസ് വളരുകയും അവർ നല്ലൊരു പാത്ത് അല്ല നല്ലൊരു ബിസിനസ്സാണ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കെങ്കിൽ അത് വളരുകയും അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് ആ ഒരു ഡ്രീം അച്ചീവബിൾ എയിമിലേക്കായിരിക്കും. ഫാസ്റ്റ് ലൈനേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഡ്രീം അച്ചീവ് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്ന പൈസ അവർക്ക് കിട്ടുന്ന സമയം അത് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ യൂസ് ചെയ്തിട്ട് അതിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ബിസിനസ് ചെയ്ത് റിട്ടേൺ കിട്ടി അതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത് അവർ വളരാൻ. അടുത്ത കോൺസെപ്റ്റ് പറയുന്നത് നമ്മുടെ ബിലീഫാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഗോൾസിലേക്ക് എത്തിക്കുക എന്നാണ് ഓർഡർ പറയുന്നത്. അതായത് നമ്മളുടെ ബിലീഫ് നമുക്ക് എവിടെ ആകണം അല്ലെങ്കിൽ നമുക്ക് ഏത് ലെവലിലേക്ക് എത്തണം എന്നുള്ള കോൺസെപ്റ്റാണ് നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നത്. അതിലേക്ക് നമ്മൾ പ്രയത്നിക്കുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു ഡ്രീം അച്ചീവബിൾ ലെവലിലേക്ക് എത്തുന്നത്. അതായത് നമ്മുടെ ബിലീഫാണ് നമ്മുടെ ലൈഫ് ലോങ്ങിലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബിലീഫാണ് നമ്മളെ ഏത് ലെവലിലേക്ക് എത്തിക്കണമെന്ന് തീരുമാനിക്കുന്നു. ഇത് ഹൈ ആയിട്ടുള്ള ഡ്രീംസ് ഉണ്ടെന്നുള്ളവർക്ക് നമുക്ക് ഹൈ ആയിട്ടുള്ള ലെവൽസിലേക്ക് പോകാൻ പറ്റും. നമുക്കറിയാമല്ലോ, ആകാശത്തോളം ആഗ്രഹിച്ചാൽ മാത്രമേ ഒരു കുന്നോളം എന്നുള്ള പഴഞ്ചൊല്ല് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ആ ഒരു ലെവലിലേക്ക് തന്നെയാണ് ഓഥറും പറഞ്ഞു വരുന്നത്. വെൽത്തിൻ്റെ ഡെഫിനിഷനാണ് എം ജെ ഡിമാക്കോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ വെൽത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം സൈഡ് വാക്കറിനെ സംബന്ധിച്ച് വെൽത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ അവരുടെ ഇൻകം അല്ലെങ്കിൽ അവർക്ക് ഡെയിലി കിട്ടുന്ന വരുമാനം പ്ലസ് ഡെറ്റ്, അതായത് കടം. അപ്പോൾ ഇതാണ് അവരുടെ ഇൻകം അല്ലെങ്കിൽ അതാണ് അവരുടെ വെൽത്ത് എന്നുള്ള കോൺസെപ്റ്റിലാണ് അവർ പോകുന്നത്. ഇനി നേരെ മറിച്ച് നമുക്കൊരു എംപ്ലോയിയുടെ കോൺസെപ്റ്റ്, അതായത് നമുക്കൊരു സ്ലോ വാക്കറിൻ്റെ കോൺസെപ്റ്റ് എഴുതാം. അപ്പോൾ ഈ സ്ലോ വാക്കറിൻ്റെ കോൺസെപ്റ്റിൽ എന്താണ് വെൽത്ത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന ഇൻകം പ്ലസ് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണതാകാം, നേരെ മറിച്ച് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനാകാം. അങ്ങനെ അങ്ങനത്തെ ചെറിയ റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ആയിക്കൊള്ളാം. അപ്പോൾ അങ്ങനത്തെ കോൺസെപ്റ്റിലാണ് ഈ സ്ലോ വാക്കേഴ്സിൻ്റെ വെൽത്ത് എന്നുള്ള കോൺസെപ്റ്റ്. ഇനി നമുക്ക് ഫാസ്റ്റ് ലൈൻ മില്യണേഴ്സിൻ്റെ വെൽത്ത് കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫാസ്റ്റ് ലൈൻ വാക്കേഴ്സ് അല്ലെങ്കിൽ ഫാസ്റ്റ് വാക്കേഴ്സിൻ്റെ വെൽത്ത് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോമ്പൗണ്ടിങ് ആണ്. അവർ ചെയ്യുന്ന ബിസിനസ്, അപ്പോൾ അവർക്ക് ബിസിനസ് ചെയ്യാൻ നേരത്തെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവർക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ പ്രോഫിറ്റിൽ നിന്നാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഈ പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് എമൗണ്ട് മാറ്റിയിട്ട്, അതായത് നമുക്ക് പ്രൈവറ്റായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ എക്സ്പെൻസ് എടുത്തിട്ട് ബാക്കിയുള്ള എമൗണ്ട്, ആ പ്രോഫിറ്റിൻ്റെ ബാക്കിയുള്ള എമൗണ്ട് അവർ തിരിച്ച് ബിസിനസ്സിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സൈക്കിൾ, അതായത് പ്രോഫിറ്റ് കിട്ടും, പ്രോഫിറ്റിൽ നിന്ന് അതായത് നെറ്റ് പ്രോഫിറ്റ് എടുക്കും, പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് പേഴ്സണലായിട്ട് ജീവിക്കാവുന്ന എക്സ്പെൻസ് മാറ്റി ബാക്കിയുള്ള എമൗണ്ട് തിരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് തന്നെ വരും. അപ്പോൾ ഈ ഒരു സൈക്കിളിലേക്ക് കുറേ നാൾ പോകാൻ നേരത്ത് ഇവരുടെ അസറ്റ്സ് കൂടാൻ നേരത്ത് ഇൻകം കൂടാൻ നേരത്ത് ഇവരുടെ പേഴ്സണൽ എക്സ്പെൻസ് ഇൻകം കമ്പയർ ചെയ്യാൻ നേരത്ത് ഭയങ്കരമായിട്ട് കുറവായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് എല്ലാവരും സക്സസ്ഫുൾ ആകുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സ്, അതായത് ഈ കോമ്പൗണ്ടിങ് എന്നുള്ള പ്രോസസ്സ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് പല എക്സ്പീരിയൻസ് വഴി എങ്ങനെ പ്രോഫിറ്റ് കൂട്ടാം അല്ലെങ്കിൽ എങ്ങനെ ലോസ് കുറക്കാം എന്നുള്ള ഐഡിയാസ് കിട്ടും. അപ്പോൾ അതാണ് ഈ കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്നുള്ള കോൺസെപ്റ്റിൽ വരുന്നത്. കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ മാത്തമാറ്റിക്സ് ഓഫ് വെൽത്ത് എന്നുള്ള കോൺസെപ്റ്റാണ് പറയുന്നത്. അപ്പോൾ മാത്തമാറ്റിക്സ് ഓഫ് വെൽത്ത് എന്നുള്ള കോൺസെപ്റ്റ് വരാൻ നേരത്ത് എന്താണ് ഓഥർ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പം ഒരു സൈഡ് വാക്കർ അല്ലെങ്കിൽ ഒരു സ്ലോ വാക്കർ ആണെങ്കിൽ നമുക്ക് ഒരു ഫാസ്റ്റ് ലൈനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജോബ് വിട്ടിട്ട് അല്ലെങ്കിൽ സാലറീഡ് ജോബ് വിട്ടിട്ട് ബിസിനസ് തന്നെ തുടങ്ങണം. അപ്പോൾ ബിസിനസ് തുടങ്ങിയാൽ മാത്രമേ നമുക്കൊരു ഫാസ്റ്റ് ലൈനായിട്ട് നമുക്ക് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ എ എന്നുള്ള ബിയിലേക്കുള്ള ഒരു സ്ഥലത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബിസിനസ്
പരമായിട്ട് മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് ആ ലെവലിലേക്ക്. ബിസിനസ്സുകാരുടെ വെൽത്ത് എന്ന് പറയാൻ നേരത്ത് അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം, പിന്നെ അവരുടെ അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം നമുക്ക് അറിയാം, നമുക്ക് ഒരു ഇൻകം ജനറേറ്റിംഗ് അസറ്റ്, അതായത് നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ബിസിനസ് വിൽക്കുവാണെങ്കിൽ, ആ ബിസിനസ് നമ്മൾ ടോട്ടലായിട്ട് വിൽക്കുവാണെങ്കിൽ അതൊരു പ്രോഫിറ്റബിൾ ബിസിനസ്സാണ്, അതിനൊരു ഡിമാൻഡ് ഉണ്ട്, അങ്ങനെ ഒരു ബിസിനസ് വിൽക്കുവാണെങ്കിൽ നമുക്ക് ടോട്ടൽ അസറ്റിൻ്റെ 5 ടൈംസ് അല്ലെങ്കിൽ 10 ടൈംസ് നെഗോഷിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. കാരണം എന്താണ്, ആ ബിസിനസ്സിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹ്യൂജ് ജനറേറ്റിംഗ് ഇൻകം അല്ലെങ്കിൽ ആ വന്ന ഇൻകം വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് നമുക്ക് ഉള്ള ഇൻകം പ്ലസ് അസറ്റ്സ് ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ് അല്ലെങ്കിൽ ഒരു 5 ടൈംസ് അങ്ങനെ ആയിരിക്കും നമുക്ക് അതിൻ്റെ എന്താ പറയുക ഒരു വാല്യൂ, മാർക്കറ്റ് വാല്യൂ നമ്മൾ അസസ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമുക്കൊരു ജോലി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൈഡ് വാക്കർ അല്ലെങ്കിൽ സ്ലോ വാക്കറിൻ്റെ കോൺസെപ്റ്റിൽ നമുക്കൊരു ജോലിയാണ്. അപ്പോൾ ജോലിയിൽ നമുക്ക് കിട്ടുന്ന സാലറി എന്ന് വെച്ചാൽ അവർലി ബേസിസ് ആയിരിക്കും. അപ്പോൾ അവർലി ബേസിസിൽ കിട്ടുന്ന സാലറി അത് നമ്മളിപ്പം നമ്മുടെ എംപ്ലോയറിനോട് അല്ലെങ്കിൽ നമുക്ക് ജോലി തരുന്ന ആളുടെ നെഗോഷിയേറ്റ് ചെയ്താൽ ഒരിക്കലും അത് 5 ടൈംസ് അല്ലെങ്കിൽ 10 ടൈംസ്, നേരെ മറിച്ച് 2 ടൈംസ് അല്ലെങ്കിൽ 3 ടൈംസ് ആയിട്ട് പോലും നമുക്കൊരു നെഗോഷിയേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. നമുക്ക് കിട്ടുന്ന സാലറിയുടെ മേ ബി മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 20% ആയിരിക്കും നമുക്ക് ഇൻക്രിമെൻ്റ് ആയിട്ട് കിട്ടാൻ പറ്റും. മേ ബി IT സെക്ടർ ആകുമ്പോൾ മേ ബി 50% കിട്ടാൻ പറ്റും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒരു ലിവറേജും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലാണ് നമുക്ക് ഓതർ പറയുന്നത്, നമുക്ക് ജോബ് കിറ്റ് ചെയ്തിട്ട് ബിസിനസ് ചെയ്താൽ മാത്രമേ ഫാസ്റ്റ് ലൈനായിട്ട് ഫാസ്റ്റ് ലൈനിൽ നമുക്ക് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ 5 ഫാക്ടേഴ്സ് ഓഫ് കമാൻഡ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫാസ്റ്റ് ലൈൻ മെത്തേഡ് ചെയ്യുവാണെങ്കിൽ ഏത് ബിസിനസ് തിരഞ്ഞെടുക്കണം, എങ്ങനെ ബിസിനസ് തിരഞ്ഞെടുക്കണം എന്നുള്ള കോൺസെപ്റ്റാണ് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന 5 ഫാക്ട്സ് ഓഫ് കമാൻഡ്മെൻറ്റ്, നമ്മളൊരു ബിസിനസ് തിരഞ്ഞെടുക്കാൻ നിർത്തി 5 ഫാക്ടേഴ്സ് നോക്കിയിട്ട് വേണം ആ ബിസിനസ് തിരഞ്ഞെടുക്കാനെന്നുള്ളത്. നമ്പർ 1 കൺട്രോളാണ്. അപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങിയാൽ അതിൻ്റെ എൻ്റയർ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെ വേണം. എന്നാൽ മാത്രം നമുക്കത് ഇപ്പം മാർക്കറ്റിൽ എന്ത് സംഭവിച്ചാലും ആ ബിസിനസ്, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെ വേണമെന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ എൻട്രി എന്നുള്ള കോൺസെപ്റ്റാണ്. എൻട്രി എന്ന് പറയുമ്പം നമ്മൾ തുടങ്ങിയ ബിസിനസ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് തുടങ്ങാനായിട്ട് അവർക്ക് ഫസ്റ്റ് ചിന്തിക്കാൻ നേരത്ത് തന്നെ അത് തുടങ്ങാനായിട്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ അതിന് ഭയങ്കര കഴിവ് വേണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കിയത്, അപ്പം നമ്മൾ തുടങ്ങുന്ന ബിസിനസ് അത്രയ്ക്ക് ഹാർഡാണ്, അല്ലെങ്കിൽ വേറൊരാൾ പെട്ടെന്ന് ആലോചിക്കാൻ നേരത്തെ അയാൾക്ക് തുടങ്ങാൻ പറ്റാത്ത ഒരു ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ വേറെ ആരും പെട്ടെന്ന് തുടങ്ങില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ല. അപ്പോൾ എൻട്രി ബാരിയർ എന്ന് പറയും. അപ്പോൾ എൻട്രി ബാരിയർ ഉണ്ടെങ്കിൽ ആരും പെട്ടെന്ന് ആ ബിസിനസ് തുടങ്ങാനായിട്ട് താല്പര്യം. ഇനി അടുത്ത കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നീഡാണ്. അപ്പം നീഡും വാണ്ട്സും, നമുക്കൊരു കസ്റ്റമറിന് വാണ്ട്സ് ആൻഡ് നീഡ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ബിസിനസ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസിൻ്റെ വാല്യൂ കൂട്ടാനായിട്ട് നമ്മളെപ്പോഴും ബാധ്യസ്ഥരാണ്. നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസിന് വാല്യൂ കൂട്ടിയാൽ മാത്രമേ അത് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടിയിട്ട് നമ്മൾ എത്രയോ വാല്യൂ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നു, നമ്മുടെ സർവീസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിലേക്ക് എന്തോരം വാല്യൂ അഡീഷൻ ആയിട്ട് പോകുന്നു, അതിനനുസരിച്ച് കോമ്പറ്റബിൾ ആവും. അപ്പോൾ നമ്മുടെ ഹൈലി കോമ്പറ്റബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ബാക്കിയുള്ള മാർക്കറ്റ് കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് നമുക്ക് കൂടുതൽ സെയിലും അതിനനുസരിച്ച് നമുക്ക് ഇൻകം വരാനായിട്ടും. അടുത്തത് ടൈം എന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പം അപ്പോൾ ടൈം എന്നുള്ള കോൺസെപ്റ്റ് വരാൻ നേരത്ത് പാസീവ് ഇൻകം എന്നാണ് പറയുന്നത്. പാസീവ് ഇൻകം എന്ന് വെച്ചാൽ നമുക്ക് കിടന്നുറങ്ങാൻ നേരത്തും നമുക്ക് പൈസ, അതായത് നമ്മൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്താലും നമുക്ക് പൈസ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം അതാണ് പാസീവ് ഇൻകം എന്ന് വെച്ചാൽ, അതായത് നമ്മൾ എവിടെ നിന്നാലും, അത് നമ്മൾ വീട്ടിൽ നിന്നാലും അല്ലെങ്കിൽ കിടക്കാൻ നേരത്താൽ അല്ലെങ്കിൽ നമ്മൾ ഏത് ആക്ടിവിറ്റി ഏർപ്പെട്ടാലും നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ പാസീവ് ഇൻകത്തിൻ്റെ കോൺസെപ്റ്റിലേക്ക് വരണം. അതായത് നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നതല്ല, നമുക്കൊരു ലേറ്റസ്റ്റ് സ്റ്റേജ്, അതായത് ഭയങ്കരമായിട്ടും നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഡെവലപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഈ പാസീവായിട്ട് ഇൻകം വരുന്ന ഒരു ബിസിനസ് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. അല്ലാണ്ട് നമ്മൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ നമുക്കൊരു ജോബായിട്ട് തന്നെ നമുക്ക് എടുക്കേണ്ടി വരും. കാരണം നമ്മൾ നടന്നാൽ മാത്രമേ അത് വർക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമുക്കൊരു പാസീവായിട്ട് ഇൻകം കിട്ടുന്ന ഒരു ലെവലിലേക്കുള്ള ഇനി അടുത്ത 5ാമത്തെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ സ്കെയിൽ എന്നുള്ള കോൺസെപ്റ്റാണ്. സ്കെയിൽ എന്നുള്ള കോൺസെപ്റ്റ് ലോ ഓഫ് എഫെക്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് വരും. അപ്പോൾ ലോ ഓഫ് എഫെക്ഷൻ എന്നുള്ളതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് എഫെക്ഷനിൽ വരുന്നത് 2 ക്രൈറ്റീരിയ വരുന്നത്. അതിൽ ഒന്നാമത്തെ മാഗ്നിറ്റ്യൂഡും രണ്ടാമത്തത് സ്കെയിൽ തന്നെ വരുന്നത്. അപ്പോൾ ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പം
ഒരു ഫ്രഷ് ജ്യൂസ് അല്ലെങ്കിൽ ഒരു സർബത്തടിക്കുന്ന കടയാണ് തുടങ്ങിയെന്ന് വിചാരിക്കും. പക്ഷെ ആ ഒരു സർബത്തടിക്കുന്ന കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലാഭം മേ ബി 50% പ്രോഫിറ്റ് ആയിരിക്കും. പക്ഷേ നമുക്കത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ നമുക്ക് അത് ഒരു ദിവസം നമ്മൾ ആ ഒരു കട തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ ലിമിറ്റ് ഉണ്ട്. മനസ്സിലായി? ചിലപ്പോൾ ഒരു 100 പേരായിരിക്കും, ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 200 പേർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. മാക്സിമം പോയി കഴിഞ്ഞാൽ 200 പേർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. അപ്പം അങ്ങനത്തെ കാര്യം. അല്ലെങ്കിൽ നമുക്കൊരു സ്പെഷ്യലിസ്റ്റ് ഒരു ഡോക്ടറാണെന്ന് വിചാരിക്കും. അപ്പോൾ ഡോക്ടറിനെ ട്രീറ്റ് ചെയ്യാവുന്ന പേഷ്യൻസ് ഉണ്ട്. പേഷ്യൻസിൻ്റെ നമ്പർ ലിമിറ്റഡ് ആയിരിക്കും. ചിലപ്പോൾ ഒരു ദിവസം 100 പേരെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ചിലപ്പോൾ ഒരു ദിവസം 200 പേരെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 200 പേരിനെ ട്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൺസൾട്ടിങ് ഫീസ് മാത്രമേ കിട്ടുള്ളൂ. അത് നമുക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് ഇരട്ടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻസിൻ്റെ നമ്പർ കൂട്ടാൻ പറ്റില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 200 പേഷ്യൻസിൻ്റെ നമുക്ക് നമ്പർ കൂട്ടാൻ പറ്റില്ല, പക്ഷേ സർവീസിൻ്റെ ചാർജ് കൂട്ടാൻ പറ്റും. അപ്പം സർവീസിൻ്റെ ചാർജ് കൂട്ടാൻ പറ്റിയാൽ കൂടെ നമുക്ക് ആ ഒരു ഫാക്ടർ, അതായത് 200 പേരിൻ്റെ മേളിലേക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ബിസിനസ് അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻ ഇല്ലാത്ത ഒരു കോൺസെപ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് എം ജെ ഡിമാക്കോൻ്റെ ഫാസ്റ്റ്ലൈൻ മില്യനെയർ എന്നുള്ള ബുക്കിലുള്ള കോൺസെപ്റ്റ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ബിസിനസ് ആവശ്യങ്ങൾക്കും സെൽഫ് മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്സപ്പിൽ പിങ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.